ഹലോ എവരിവൺ, ദിസ് ഇസ് അഭിനന്ദ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, മാസ് ട്രാൻസിഷനെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ ആ വീഡിയോ ആണ് അപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ 2 വീഡിയോസ് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഒരു തുറക്കുന്ന ഒരു സീന്, പിന്നെ ഇത് ഒരു ഡ്രോൺ ഷോട്ട് തുറക്കുന്ന വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. രണ്ടിനെ ഞാൻ ടൈം ലൈനിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതിനുശേഷം ഇത് മുകളിലോട്ടൊന്ന് കൊണ്ടുപോകാം. എവിടെ തുറക്കണ ഭാഗം തൊട്ട് നമുക്കിത് മുകളിലോട്ട് കൊണ്ടുവരാം. ഇത് മുകളിലോട്ട് കൊണ്ടുപോകാം. അടിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്യൂഷൻ കൊണ്ടുവരാൻ നോക്കാം. അതിനുശേഷം ഇവിടെ കണ്ട പൊളിഗൻ മാസ്ക് ടൂളാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കണ്ട ഹൈഡ് ആവും. ഇത് ഫുള്ളോടെ ഹൈഡ് ആയി ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഇൻവേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യാനും നമുക്ക് തിരിച്ചു വരും. അതിന് ശേഷം ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതായിരിക്കും താഴെ. ഇവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആയിരിക്കും. പിന്നെ താഴെ ക്ലിക്ക് പിന്നെ വീണ്ടും ഇട്ട് താഴെ ക്ലിക്ക് ഇത് ഈ ഒരു ഐക്കൺ വരുമ്പോൾ പിടിച്ചവിടെ ജസ്റ്റ് ഒരു 3-4 ഫ്രെയിം പോകും. അതിന് ശേഷം ക്ഷമമാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇല്ലാത്തവർ ചെയ്യാതിരിക്കാനാണ്. ഒരു 3-4 ഫ്രെയിം അങ്ങനെ തുടർച്ചയായിട്ട് കൊയ്യാൻ മതി. പിന്നെ കുറച്ച് ക്ഷമ. ഇവിടെ ഹാൻഡിലുണ്ടായതുകൊണ്ട് നമുക്ക് ഒരു പോയിന്റ്സ് ആഡ് ചെയ്യാൻ ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് പോയിന്റ് പിടിച്ചത് യൂസ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത് ക്ലിക്ക് ചെയ്ത് ഇത് എത്ര ഫ്രെയിം വേണമെങ്കിലും പോകാം. വെച്ചാൽ ഇപ്പോൾ 8, 10 അങ്ങനെ വേണമെങ്കിൽ പോവാം. പക്ഷെ അത്
ഇവിടെ ചിലപ്പം പ്രശ്നം വരാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഹൈഡ് ചെയ്ത സാധനം ചിലപ്പോൾ അത് എവിടെയെങ്കിലും വെച്ച് കാണാം, ഒരു പ്രശ്നം. അല്ല, നേരത്തെ കൂട്ടുമൊക്കെ കിട്ടാം. വെളിച്ചൊന്നും ഒരിക്കലും കിട്ടരുത്. വെളിച്ചം കിട്ടിയെല്ലാം പണിയായി. ഫ്രെയിം ഇടവിട്ടാണല്ലോ ചെയ്തത്. അതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഒരു ചെറിയൊരു പ്രശ്നം തെറ്റ് വരാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മളൊന്ന് പുറകോട്ട് പോകുമ്പോൾ എന്താ, നമ്മൾ ഈ അനാവശ്യ സ്ഥലത്ത് കണ്ട് ഇപ്പോഴും ആ മാസ്ക് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പം അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തുറക്കണ ഫ്രെയിം തുറക്കണ മുമ്പുള്ള ഫ്രെയിം, എന്നിട്ട് ഇവിടെ ബോർഡർ കൊടുത്തില്ല, അവിടെ കീ ഫ്രെയിം ആഡ് ചെയ്യണം. എന്നിട്ട് ഒരു 4 ഫ്രെയിം പുറത്ത് ചെക്കിംഗ് ബാഗ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫേക്കായിട്ടുള്ള ഫീൽ ആഡ് ചെയ്യണമായിരിക്കും എന്ന് പറയുമ്പം ഒരു എന്നുവെച്ചാൽ ഒരു ഇരുണ്ട മുറിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുമ്പോൾ എന്തായാലും ഒരു വല്ലാത്തൊരു ബ്രൈറ്റ്നെസ്, എന്നുവെച്ചാൽ ഭയങ്കര ബ്രൈറ്റായ ശേഷം പിന്നെ ഡിമ്മാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. തുറക്കണ ഭാഗത്താണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കളർ പാനലിലേക്ക് പോകും. കളർ ഗ്രേഡിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് പിന്നീടാണ്. ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കൊണ്ടുപോകും. ഒരു പൂർണ്ണ രീതിയിൽ എത്താണ് എടുത്ത് ഇവിടെ 2 കീ ഫ്രെയിം അടിക്കണം. ഇവിടെ കീ ഫ്രെയിംസ്, ഇവിടെ 2 കീ ഫ്രെയിംസ് ഓൺ ചെയ്യണം. ശേഷം റൈറ്റ് ക്ലിക്ക് അടിക്കുക, ആഡ് സ്റ്റാറ്റിക് ഫ്രെയിം ഫ്രെയിം. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്ന് തുറക്കുന്ന ഒരു ഭാഗം അവിടെ എത്തിയ ശേഷം ഇത് മാറ്റി പ്രൈമറി വീൽസിൽ ഓഫ്സെറ്റ് ചെയ്യുക. അതിൻ്റെ പ്രൈമറി ഓക്കെ. നമ്മൾ എഡിറ്റിംഗ് പാനലിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫേക്കായിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഫേക്കായിട്ടുള്ള ഫീല് വേണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യണ പോലെ നമുക്കത് ചെയ്താലും മതിയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ വീഡിയോ ആയിട്ട് വരുന്നതാണ്.